ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വാച്ചിങ് കവി ടോക്കീസ്. ഇത് വളരെ ഒരു കുട്ടി വ്ളോഗായിരിക്കും ബിക്കോസ് ഞങ്ങളൊരു ഫിലിമിന് പോവുകയാണ് ഗായ്സ്. നമ്മൾ സൗദിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഫിലിം കാണാൻ പോകുന്നത്. സൂക്ഷ്മ ദർശനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ഇരുട്ടാണ്. സോ ലെറ്റ്സ് ഗോ. വെൽക്കം ടു മൈ വീഡിയോ. സമയം 9 മണിയായിട്ടുണ്ട്. ഇവിടെ നല്ല തണുത്ത കാറ്റടിക്കുന്നതുകൊണ്ട് ഭയങ്കര തണുത്ത കാറ്റ്. അയ്യോ, വണ്ടിയൊക്കെ വരുന്നുണ്ട് ഗൈസ്. സിനിമ 10:30-ക്കാണ്, പക്ഷെ ഇവിടെ ഒരു മോളിലാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നേരത്തെ പോവാം. എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ എങ്ങനെയുണ്ട്? ഇത് അതെ, നമുക്ക് ഡ്രസ്സ് പഞ്ഞ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷർട്ടാണ്. പക്ഷെ എങ്ങനെയുണ്ട്? എൻ്റെ ലുക്കൊന്ന് കാണിച്ചു കൊടുക്കാമോ? ഹസ്ബൻഡിൻ്റെ ഷർട്ടാണ്, ബാക്കിയെല്ലാം എൻ്റെയാണ്. ഭയങ്കര ട്രെൻഡി ആയിട്ടുണ്ട്, ഭയങ്കര ട്രെൻഡി അല്ലേ? എന്താ പിന്നെ സൗദി അറേബ്യയിലൊന്നും ഇങ്ങനൊന്നും ആരും നടക്കാറില്ല. ഇവിടുത്തെ ഹിസ്റ്ററി ഞാൻ തിരുത്തി കുറിക്കും. ഇവിടെ പക്ഷെ വേറെ ഒരു കൈൻഡ് ഓഫ് ആൾക്കാർ നടക്കുമല്ലോ. ആരത്? ഫിലിപ്പിനികൾ മാത്രമേ ഫിലിപ്പിനികൾ. സോ വൈ കാണ്ട് മലയാളീസിന് എന്തുകൊണ്ട് കുറച്ച് ട്രെൻഡി ആയിട്ട് നടന്നുകൂടാ? ഇവിടെ മലയാളീസ് എല്ലാം മറ്റേ ചുരിദാറും ഇട്ട് അമ്പലവാസികളായിട്ടിങ്ങ് വരും. എനിക്ക് പറ്റില്ല. സോറി ഐ കാൺ ഡു ദാറ്റ്. എന്തായാലും പറയണ്ടെങ്കിൽ പറഞ്ഞോളൂ. വിഴുങ്ങുന്നത് എന്തിനാ? ഇവിടെ നല്ല വെളിച്ചോടാ. ഇത് ഫിൽറ്റർ അല്ല ഗൈസ്, എൻ്റെ കളറാണ്. റേസിസം. അപ്പോൾ ഇവിടെ അടുത്ത് നമ്മൾ ഏത് മോളിലാണ് പോകുന്നത്? എന്തിനിങ്ങനെ ഓടുന്നേ? ഇദ്ദേഹത്തിൻ്റെ വലിയ കാലം വെച്ച് മനുഷ്യനെ ഒരു ഓട്ടം ഓടും. റോഡ് ക്രോസ് ചെയ്യാണ് ഗൈസ്. മൈ ഗോഡ്, ഇത് ഫുൾ ലൈവായിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കും. ഇദ്ദേഹത്തിന് ഹൈറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഇങ്ങനെ എടുത്താൽ തോള് വരെ കിട്ടും. അങ്ങനെ പ്രശ്നമുണ്ട്. വോയിസ് ഒക്കെ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ മൈക്കില്ല. അപ്പോൾ നമ്മൾ ഏത് മോളിലാണ് പോകുന്നത്? അയ്യോ എനിക്ക് സോറി എവിടെ പോകുന്നേ? നീ പിടിച്ച പിന്നെ എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ട്. സിനേറിയ ജുബൈൽ മോൾ. വീഡിയോ ഓഫ് ആക്കിയിട്ട് എന്ത് രഹസ്യം പറയാനാണ്? അദ്ദേഹത്തെ തന്നെ നോക്കാനായിരുന്നു. ഇവിടെ നല്ല വെളിച്ചം. ഇവിടെ സ്റ്റാർബക്സ് ഉണ്ട് ഗായ്സ്. എന്തെങ്കിലും ഒരിക്കൽ നിങ്ങളതിൽ കയറും അല്ലേ? സ്റ്റാർബക്സ് നമ്മൾ കയറുമോ ഇല്ലയോ? നീ ഇതിനെതിരെ ഓടി നടക്കുന്ന എന്തിനാ? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല എൻ്റെ കൂടെ. ഞാൻ വേറെ ആരുടെങ്കിലും കൂടെ വരാം. സിഗരറ്റ് വലിക്കുന്നു. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പ്ലീസ് ഡോണ്ട് സ്മോക്ക് എനിവൺ. പ്ലീസ് ഡോണ്ട് സ്മോക്ക് എനിവൺ. എന്നൊക്കെ സോറി, ഗ്രാമർ മിസ്റ്റേക്ക്. ഞാൻ കുറച്ച് ഓവർ വൈബാണ്. കാരണം രാവിലെ മുതൽ വെറുതെ ഇരിക്കുകയാണ്. ഞാൻ ഫുഡ് പോലും ഉണ്ടാക്കിയിട്ടില്ല ബിക്കോസ് ഇദ്ദേഹത്തിന് ഇന്ന് പോകണ്ടായിരുന്നു. ഇന്ന് വ്യാഴാഴ്ചയായിരുന്നു. ബട്ട് ജോലിക്ക് പോയിട്ട് അതിനൊക്കെ സ്പീഡ് തിരിച്ചു വന്നു. മഴയാണ്, പെർമിറ്റ് കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. എല്ലാം പിടിച്ച് പുറത്താക്കിയതാണോന്ന് അറിയില്ല. നാളെ വെള്ളിയാണ്, അതുകൊണ്ട് നാളെയും പോണ്ട. സാറ്റർഡേ പോകും, നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നാട്ടിലോട്ടൊരു ടിക്കറ്റ് ആരെങ്കിലും ഒക്കെ എടുത്തരണം. ഇത്ര പെടുന്ന ഇങ്ങനെ നാട്ടിലെത്തുന്നതായിരിക്കും. എന്താന്ന് പറയാത്ത എന്തെങ്കിലുമൊക്കെ പറയും മിസ്റ്റർ. എന്താ അറിയില്ല, ആദ്യം ഭയങ്കര സൈലന്റ് ആണ്. എന്താ സംഭവിച്ചിട്ടുണ്ടാക്കാം? നീ തന്നെ ഭയങ്കര സൈലന്റ് ആണ്. ഒരു വൈബില്ലാത്തൊരു മനുഷ്യൻ. വേറെ ആരെങ്കിലും വരുമ്പോ വൈബിങ് ലൈക്ക് വൈബ് ആയപ്പോൾ ഇങ്ങനെ വെച്ചടിക്കുന്നവരെ കാണിക്കും. അത് ബിഹേവിയർ ആണല്ലേ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അതല്ല. അത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാവരും അറിയിക്കും. ഏതായിരുന്നാ ഇത് മോള്? കുറെ പോണോ? ഏത് മതിൽക്കെട്ടിനപ്പുറമാണെന്ന് തോന്നുന്നു. ഇത് നിങ്ങൾ എപ്പോഴും കാണുന്ന ആൽബേക്കും സംഭവങ്ങളും ഒക്കെ. ഇവിടെ നമുക്കൊരു ഇതെന്താ ഇതെന്ത് വരുന്ന ഈ സംഭവം? പിയാനോ മോളോ? ഇതൊന്നും അല്ലല്ലോ. തമീമി മാർക്കറ്റ്സ് എഴുതി വെച്ചിരിക്കുന്നു. ഇവിടെ വരുമ്പോഴേ അൽബേക്കിന്റെ മണം അടിക്കുന്നടാ. ചേട്ടാ
ഇവിടുത്തെ വണ്ടിയൊക്കെ ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. കുമാർക്ക് ബ്രേക്ക് ഔട്ട് എന്നൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. ഭയങ്കര സ്പീഡിൽ വരും. ഭയങ്കര തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് മാറാൻ സമയമായി അല്ലേ. ഭയങ്കര തണുപ്പ് വരും. ഇവിടെ കിടുകിടാന്ന് വിറയ്ക്കും. ഇത് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചെറിയ തണുപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ 2 ഉടുപ്പിട്ടിട്ടും എനിക്ക് തണുക്കുന്നുണ്ട്. എനിക്ക് പിന്നെ അൽബേക്കിൻ്റെ മണമല്ലേ. സാധാരണ ഇത്ര അൽബേക്കിൻ്റെ മണം അടിക്കാറില്ലല്ലോ. നിനക്ക് വരുന്നില്ലേ? വേണ്ട. എന്തിനാ? 10:30, 11:30, 12:30, 1 മണി വരെ ഉണ്ടത്. 1 മണിക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങത്തോളൂ. 10:30ക്കാണ് പടം. അയ്യോ തണുക്കുന്ന. പിന്നെ തണുപ്പടിപ്പിക്കാനാ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. കണ്ടോ മുഖം ഇതിൽ ഓൺ ലൈവായിരുന്നു. എല്ലാം നാട്ടുകാരെല്ലാം കണ്ടു. ആദ്യം സംസാരിക്കാൻ മറ്റേ ബീപ്പ് സൗണ്ട് ഒക്കെ ഇടുന്നു. തണുക്കുന്നു. ഇതിൽ വോയിസ് ക്ലിയർ ആയിരിക്കും. ഫുൾ കാറ്റും. അതാണ് KFC കാണിച്ചു കൊടുക്കുന്നത്. എന്ത് KFC? അങ്ങോട്ട് പോകുന്നില്ല, കാണിച്ചു കൊടുത്താ. എവിടെ KFC ഉണ്ട്? KFC നമ്മൾ ഓൾറെഡി എന്തിടാ നീ KFC മുന്നിലിരിക്കുന്നു. അവൻ KFC മുന്നിൽ കയറി എന്നിട്ട് KFC കണ്ടു കൊടുക്കാൻ. ഐ തിങ്ക് ഇവിടെ എവിടെ ഉണ്ട് KFC, നിങ്ങൾ കണ്ടുപിടിക്കുക. നെക്സ്റ്റോടെ ഫ്രണ്ടിൽ KFC ആണ്. ഇവിടെ KFC നമ്മൾ കയറി. നമ്മുടെ സതീഷ് ചേട്ടൻ നമ്മളെ KFC കൊണ്ടുപോയി. അതിശ് എന്നെ എന്നും KFCയുടെ ഫ്രണ്ടിൽ കൂടെ കൊണ്ടുപോയിട്ട് നെക്സ്റ്റോയി കെട്ടിയിട്ട് 2 സവാളയും മേടിച്ച് തിരിച്ചുകൊണ്ട് വരും. അവസാനം സതീഷ് ചേട്ടൻ വേണ്ടി വന്നു എന്നെ KFC കൊണ്ടുപോകാനായിട്ട് അല്ലേ. താങ്ക് യു സതീഷ് ചേട്ടാ. വാട്ട് നെക്സ്റ്റ്? ഇതാണോ മോള് ഈ കളറ്? അത് നമ്മൾ മോളത്തി നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിന് അടുത്ത് തന്നെയാണ്. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടോ. പക്ഷെ ജുബൈൽ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് അല്ലേ. വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്നാണ് എനിക്ക് തോന്നിയത്. ഇതല്ല, എന്നാലും അവിടുത്തെ വായു ഇങ്ങോട്ട് വരത്തില്ലേ. ഓ മൈ ഗാഡ്, ഈയോടാ വണ്ടി പോയി നോക്കി. പിടിക്കാൻ പറ്റില്ല. പോയി. ഇവിടെ ഭയങ്കര അടിപൊളി കാറൊക്കെ ഉണ്ട് അല്ലേ. എല്ലാ വണ്ടി അടിപൊളിയാ. ഭയങ്കര വിലയുള്ള കാറാ, കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ പാവങ്ങളുടെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഈ വണ്ടിയല്ല, അത് നല്ല തണുപ്പുണ്ട്. ഞാൻ ഈ 2 ഉൾപ്പെട്ടിട്ട് തന്നെ എനിക്ക് തണുപ്പടിക്കുന്നുണ്ട്. തണുപ്പായി. മിക്കവാറും നാളെ തൊണ്ടയടയ്ക്കാൻ സാധ്യതയുണ്ട്. വാവ്, നമ്മള് മുകളിലെത്തി. This is the mall. സിനോമി. ഞാൻ മോള് കാണിച്ചു തരാം. ആണ് നമ്മൾ സിനിമ കാണാൻ വന്ന മോൾ. ഈ മോളിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറാൻ പോകുന്നത്. ഇവിടെ എത്ര അടുത്തായിട്ടും നമ്മൾ മോളിൽ കയറിയിട്ടില്ല. ഈ വെൽക്കമിങ്. ഞാൻ പുറകെ ഉണ്ടെന്ന് പറഞ്ഞ് സ്പീഡിൽ നടന്നു പോയതൊന്നും. This is Xinomi. Wow. ഓ വലിയ മോളാണ്. ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ഇവിടെ ഈ വണ്ടി വരുന്നു. സിനോമി അറബിയിൽ എഴുതിയിരിക്കുന്നു. അറബി വായിക്കാൻ അറിയാവുന്നവർക്ക് ഇത് വായിക്കാം. കണ്ടോ, നല്ല നല്ല വണ്ടികൾ കിടക്കുന്നുണ്ടോ. ഇത് എന്തൊരു വണ്ടി? ഇത് ഈ വണ്ടി ഏതാടേ? ഇതൊരു ആൻറ്റിക് പീസ്. ആൻറ്റിക്കയുടെ അല്ലേ? ഇതെന്തോ മഹേന്ദ്ര. ഇത് കാറോ? ഞാൻ ഇതല്ല പറഞ്ഞേ. ജിമ്മി. ഞാൻ ഇതാ പറഞ്ഞേ, ഈ കാറ്. ആ കാർ എന്തുവാ അല്ലേ? Let's see. നമ്മളിങ്ങനെ മോളിനകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ലെറ്റ്സ് ഗോ. ഞാൻ ആദ്യമായിട്ട് എന്തോ ഇങ്ങനെ പബ്ലിക്കായിട്ട്. എന്തു പറ്റി? ഒന്നുമില്ല. വേറെ അറിയൂ, തന്നെ അങ്ങ് പോവുക. അയ്യോ, എസ്കലേറ്റർ എനിക്ക് കുറച്ച് പേടിയാണ്. ഓപ്പൺ അനങ്ങുന്നില്ല. എസ്കലേറ്റർ കയറിയിരിക്കുന്നു.
ചുമ്മാ അതല്ല ആദിഷനെ ഈ വഴിക്ക് കൊണ്ടുവരാഞ്ഞത്. ദാറ്റ്സ് നൈസ്. ഖമീനി ബർഷ ആദിഷ ഏതോ വഴിക്ക് പോയി ഗൈസ്. അൽ നജ്മ അൽ നൈമ ബീബി ഫ്ലോമർ ചുമ്മാ കുറേ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഹലോ എല്ലാവരും അവിടെ കൂട്ടം കൂടി നിൽക്കുന്നു. സംതിങ് ഫിഷ് വൈറ്റ് ഫ്രൈഡേ സ്റ്റാൻഡ് എ ചാൻസ് ടു വിൻ ഗ്രേറ്റ് പ്രൈസസ്. എന്തോ അത് എന്തോ ഇത് എടുത്തോ. There is only one chance for the family. Nothing is there. Only one chance. എന്തോ ലക്കി സംഭവമായിരുന്നു. തന്നെ എടുത്താൽ പോരായിരുന്നു. ഞാൻ ഒട്ടും ലക്കി ആയിട്ടൊരാളല്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ കല്യാണം കഴിച്ചത്. ബട്ട് യു ആർ വെരി ലക്കി ബിക്കോസ് താൻ എന്നെ കല്യാണം കഴിച്ചത്. മനസ്സിലായില്ലേ? ഒന്നും പറയില്ല, ഒന്നും പറയാ. അതുകൊണ്ട് തനിക്ക് എടുത്ത പോരായിരുന്നു. കൊള്ളാം കൊള്ളാം. ഇതാണ് ആദിഷ് എന്നെ ഇവിടെ കൊണ്ടുവരാഞ്ഞത് ഇത്രയും നാളും ഈ ഇതിനകത്ത്. കാരണം ഞാൻ വായും പൊളന്ന് ഇവിടെയൊക്കെ നോക്കി നിൽക്കുന്നവനറിയാം. കേട്ടോ 30-50% ഓഫ് വന്ന് വൈറ്റ് ഫ്രൈഡേ. എൻ്റെ ദൈവമേ അവിടെ ഭയങ്കര രസമുണ്ട്. പർദ്ദ, ഐ ലവ് പർദ്ദാസ്. എനിക്ക് പർദ്ദ മേടിക്കണം ഗൈസ്. പർദ്ദയുണ്ട്. ഓക്സോയോ രസമുണ്ടല്ലേ. ഓക്സോ ഓക്സോ ഇങ്ങനെയും വായിക്കാം. ആൽഡോ. ഇതിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷൻ വേറെ വല്ല ആയിരിക്കും. മേളിലാണോ? മേളിലാണോ? പിടിച്ചു കയറണോ? നമുക്ക് ഇവിടെ നിന്ന് അവിടെ വരെ നടന്നിട്ട് വന്നാലോ? അവിടെ എന്താ ഉള്ളത്? അയ്യോ പോപ്കോണിൻ്റെ മണം വരുന്നുണ്ടല്ലോ. ഞാനല്ലേ പറഞ്ഞു ഇവിടെ പോപ്കോൺ കിട്ടത്തില്ലെന്ന്. ഇതെന്ത് സംഭവം? അവർ ചെക്ക് ചെയ്യാമല്ലോ. അത് നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ. പോപ്കോൺ അകത്ത് കയറ്റാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് സിനിമ കാണുമ്പോഴേ പോപ്കോൺ ആവശ്യമുള്ളൂ, അല്ലാതെ എനിക്ക് പോപ്കോൺ വേണ്ട. ഐ ഡോണ്ട് നീഡ് പോപ്കോൺ. ഞാൻ പലപ്പോഴും സിനിമ കാണുന്നതേ പോപ്കോൺ തിന്നാൻ വേണ്ടിയിട്ടാണ്. ആ ബ്രാൻഡിൻ്റെ പേര് വായിക്കൂ. സിഡി. ZIക്ക് പകരം ZA ആയിരുന്നെങ്കിൽ താൻ എന്താണോ ഇങ്ങനെ? നല്ല രസമുണ്ടത്. എനിക്ക് കൊച്ചുണ്ടാവുമ്പോൾ ഞാൻ അവിടുന്ന് ഡ്രസ്സ് മേടിക്കും. പാത്ത് ഒരു ബ്രാൻഡിൻ്റെ പേരാണോ? വാവ്. സോ ഈ ബാക്കിൽ കാണുന്നതാണ് മൂവി തിയേറ്റർ. 10:30 പടം. ലെറ്റ്സ് എക്സ്പ്ലോർ. വാവ്, നല്ല ബാഗ്. ആ സൈഡിലോട്ട് നോക്കണ്ട. അതൊക്കെ ഇവിടെ എന്താ? മലയാളിയാണെന്ന് തോന്നുന്നു. പിള്ളേരൊക്കെ നോക്കിയിട്ട് പോകുന്നുണ്ടോ? ഇവിടെ ഏതാ തോന്നൊക്കെ. എടാ ഇതുള്ളടാ ജലബിയ. എടാ അവിടെ ടോപ്പൊക്കെ ഇരിക്കുന്നടാ. അവ മൈൻഡ് ചെയ്യുന്നില്ലടാ. അപ്പോൾ ഒന്നും കേൾക്കാത്ത പോലെ അങ്ങ് പോവാടാ. എടാ ഇവിടെ രസമുണ്ടടാ. ഫോട്ടോ ഒക്കെ എടുക്കാൻ കുറേ സ്പോട്ടുണ്ട്. ഇതെന്തുവാ, കുഞ്ഞു പിള്ളേരല്ലോ ആണോ? എന്നെ ഇതുവരെ മോളിലോട്ട് കൊണ്ടുവന്നിട്ട് പോലുമില്ല. ഈ മോൾ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഇതെന്തുവാടാ? ബില്ലി ബീസോ, കുഞ്ഞു പിള്ളേരുടെ എന്തോ സാധനം. ഹായ്. കൊള്ളാല്ലേ? എന്തോ ഇതിനകത്ത് പൈസ കൊടുക്കണമായിരിക്കും അല്ലേ? ഓ രസമുണ്ടേ. കളിക്കാനൊക്കെ കുറേ സംഭവങ്ങൾ. നമ്മുടെ ഫൺ ടൂർ ഒന്നുമില്ല, ചെറിയ എന്തോ
വലിയവർക്ക് ഫണ്ടില്ല, ചെറിയവർക്കേ ഫണ്ടുള്ളൂ. അങ്ങനെ നല്ല ബാഗ്. ആദ്യം എനിക്ക് ഈ ബാഗ് മേടിച്ചു തരുമോ, ഈ ബാഗ് മേടിച്ചു തരുമോ? ഏത് ബാഗ് ഇഷ്ടപ്പെട്ടത്? ബാഗ് ചോദിച്ചപ്പോ അപ്പുറത്ത് പോകുന്ന അറബി പെണ്ണിനെയൊക്കെ തോന്നുന്നു. ഞാൻ ബാഗല്ലേ ചോദിച്ചത്. ഫീമെയിൽ ടോയ്ലറ്റ് സിന്നബൺ. ഇതോടെ വായിക്കുന്നത് എന്ത് വേണ്ട ഇതൊക്കെ? ഹോട്ട് ആൻഡ് ഫ്രഷ് സംതിങ്. എന്ത് വാങ്ങിക്കാൻ പോവാണോ? എനിക്ക് വേണ്ട, ചുമ്മാ നോക്കിയതാണോ? McDonald's പോപ്പിയസ്. ഇവിടെ ഫുള്ള് ഫുഡ് കോർട്ട് പോലെ ഒരു ഏരിയ ആണ്. ഭയങ്കര സൗണ്ട് കേട്ട് എനിക്ക് ദേഷ്യം വരും. കൊള്ളാലോ. പനയൊക്കെ അവർ ഇതിനകത്ത് വെച്ചിരിക്കുന്നു. എൻ്റെ തലയിൽ നിന്ന് പന കളിച്ചു വന്ന പോലെ. ഇവിടെ ഫുള്ള് ഫുഡാണ് ഗൈസ്. ഒരു ബ്രാൻഡിന്റെ പേരാണ് കുഡു. കുഡു. ഇതെന്തോടെ അറബി മാത്രം എഴുതി വെച്ചേക്കാം, നമുക്ക് അങ്ങോട്ട് പോകണ്ട. പപ്പ ജോൺസ് അടച്ചു പൂട്ടിയിരിക്കുന്നു. പപ്പ ജോൺസ്. ആദിശ്യത്തിന് പ്രദക്ഷിണം വെക്കുമെന്ന് തോന്നുന്നു. വല്ല വഴിപാടും വല്ലതും ഉണ്ടോ എന്തോ? അത് വല്ല വഴിപാട് എന്തെങ്കിലും പ്രദക്ഷിണം വെക്കണമെന്ന് ഉരുൾച്ചയായാലും. മാക്ഡൊണാൾഡ്സിൽ ബർഗർ അല്ല, എനിക്ക് ബർഗർ ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ബർഗേഴ്സ്. എനിക്ക് വേണമെങ്കിൽ മേടിച്ചോളൂ. എന്ത് വേറെ സംഭവം ഉണ്ടല്ലോ, ചിക്കൻ സ്ട്രൈപ്സ് റെഗുലർ. അത് നല്ലതായിരിക്കും. മേടിച്ചാൽ കഴിക്കാം, ബുദ്ധിമുട്ടില്ല. What's your name? Where are you hiding? Bro. We are just playing hide and seek. ഈ കുട്ടിയുടെ അച്ഛനും അമ്മേനെ അടിക്കാൻ തോന്നുന്നു. അയ്യോ, അതാണോ കെംജിനോ? കുടിക്കാൻ കൊള്ളാമോന്ന് അറിയില്ല. നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാം. ബൈ. ഏത് കൊച്ചാണോ എന്തോ, കൊച്ചിനച്ഛനുള്ളത്. അവിടെ 2 സീറ്റുണ്ട്. ഇവിടെ ഇതാകുമ്പോൾ നമുക്ക് ഒളിച്ചിരിക്കാം, ആരും നമ്മളെ കാണില്ല. നല്ല ലൈറ്റ് ഉണ്ട് ഇവിടെ. ആദ്യം എനിക്ക് കോഫി മേടിച്ചു തന്നു ഗായ്സ്. ഇതെന്തായിരുന്നു? അമേരിക്കാനോ. ഇതെങ്ങനെയാ? സ്പൂൺ വേണ്ടേ? അയ്യോടാ, ഇത് കട്ടൻ കാപ്പിയാടാ. പാലില്ല ഇതിനകത്ത്. ആണോ അമേരിക്കാനോ? അമേരിക്കക്കാർക്ക് പാൽ വേണ്ടേ? I want to mix it, so I need a spoon. ഇത് കട്ടൻ കാപ്പിയാണല്ലോ, പാലില്ല. അങ്ങനെ മക്കഫേഡ് അമേരിക്കാനോ. കട്ടൻ കാപ്പി. ഞാൻ വെച്ച് പാലുള്ള കാപ്പി ആയിരിക്കുന്നു.
നമുക്കിത് ആദ്യം കൊണ്ട് തന്നെ കുടിപ്പിക്കാം. കുഴപ്പമില്ല. ചൂട് ഇങ്ങനെ കുടിക്കും. ആറ്റിറ്റ്യൂഡൊക്കെ അങ്ങ് പൊള്ളി പോയി മോനെ. ഡ്രിങ്കടാ. കുടിയടേ നല്ലയാ. വേണ്ട. ഉത്സവപ്പറമ്പിൽ കാണുന്ന സാധനം നോക്കിയാ, അങ്ങോട്ട് നോക്കിയേ, ബാക്ക് നോക്ക്. ആ ബലൂൺ കണ്ടോ? എത്ര രൂപയായിരിക്കും ഇവിടെ അതിന്? നാട്ടിൽ ഒരെണ്ണത്തിന് 100 രൂപ, ഇവിടെ ഒരെണ്ണത്തിന് 2000 രൂപ. അങ്ങനെ നമ്മൾ അമേരിക്കാനോ ഒക്കെ കുടിച്ചതിന് ശേഷം മൂവി 10:30 ആണ്, 10 മണി ആയിട്ടുള്ളൂ. ഇത് ഭയങ്കര രസമുണ്ട്. കുഞ്ഞു പിള്ളേർ, എനിക്ക് കൊച്ചുണ്ടാവുമ്പോൾ ഞാൻ ഇവിടെ വരും. എല്ലാം കൊച്ചുണ്ടാവുമ്പോഴത്തേക്ക് കാര്യവും. മോനെ ബില്ലി ബീസി വരണം കേട്ടോ, കൊള്ളാം. ബില്ലി ബീസ് ആരെ? ബില്ലി നീ അറിയത്തില്ല ബില്ലിയെ? ബീസ് ഓക്കെ, ബീസ് ബില്ലി. ഹണി ബീ അത് ബീസ്. നല്ല മണം. സൗദിയിലെ കേട്ടില്ല. 25% ഓഫ് ഉണ്ട് അവിടെ. അവിടെ എന്തോ ഉണ്ട്, എന്താന്ന് മനസ്സിലാവില്ല. നല്ല മണം. ആരെയും നല്ല മണക്കുന്ന ഭയങ്കര സ്മെല്ല്, അത്തറിൻ്റെ സ്മെല്ല് തോന്നല്ലേ? ഓ, നീ സ്മെല്ലടിച്ച് പുറകെ പോവോ? നല്ല മണം. പത്തര ഇവിടെ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങൾ. സൂക്ഷ്മദർശിനി ആൻഡ് നമുക്ക് ഇവിടെ വന്ന് ഡയറക്റ്റ് നമുക്ക് ടിക്കറ്റ്സ് എടുക്കാം, അല്ലെങ്കിൽ അതിനകത്ത് കൗണ്ടർ ഉണ്ട് അവിടെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫോണിൽ ചെയ്യാം. ഞാൻ ഫോണിലാണ് ചെയ്തത് നമ്മൾ. ഓ നൈസ്. അകത്തൊരു ഭയങ്കര ഗെറ്റപ്പ്. ഇപ്പോഴേ കയറ്റത്തില്ല, ഇപ്പോഴേ കയറണ്ട. അരമണിക്കൂർ എന്തിനാ അതിനകത്ത് കയറിയിരിക്കുന്നത്? ഷീസ് പ്ലേയിങ്. ആദിഷിൻ്റെ ഉള്ളിലെ ആ കുട്ടി പുറത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് ഡാൻസ് കളിക്കാം. അപ്പറ്റ അപ്പറ്റ് അപ്പറ്റ അപ്പറ്റ്. നമുക്ക് രണ്ടും കൂടെ കളിച്ചാലോ? സിഡി. ഞാൻ നോൺ വൈബിങ് ഹസ്ബൻഡ് എന്ന് സ്റ്റാറ്റസ് ഒരു ഇൻസ്റ്റഗ്രാമിലൊരു സാധനം ഇട്ടു. അതുകൊണ്ട് ഇപ്പോൾ വൈബ് കാണിക്കുവാണ് ആള്. താൻ ഭയങ്കര വൈബാണെന്ന് കാണിച്ചുകൊണ്ടിരിക്കുവാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഇത്രയും നാളായിട്ടും ഇങ്ങനൊരു വൈബ് ഞാൻ കണ്ടിട്ടില്ല. കാണിച്ചോളൂ, പ്രോത്സാഹിപ്പിക്കുക. കാണിച്ചോ? തീർന്നോ വൈബിൻ്റെ സ്റ്റോക്ക്? തീർന്നോ മോനെ? മോനെ മോനെ. ഓ ഓ, മൂൺ വാക്ക് കഴിഞ്ഞോ? എടാ, മൂൺ വാക്ക് ഒരു 2 സ്റ്റെപ്പെങ്കിലും. മൂൺ വാക്ക്. ഓ, വിഷയം. ഭയങ്കര വൈബ്. സോറി ഗൈസ്, എൻ്റെ ഹസ്ബൻഡ് വൈബ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അതിന് അദ്ദേഹത്തിന് സർവ്വശക്തിയും എടുത്ത് വൈബ് കാണിച്ചതാണ് ഇവിടെ. They are laughing and commenting, but we can't understand because they are Pakistanis അല്ലല്ലോ, അവരെന്തുവാടെ? ആ ടീമുകൾ എന്താണ്? അയ്യോ, അങ്ങനെ എൻ്റെ ഫോട്ടോ എടുത്ത് അവൻ ഇങ്ങോട്ട് തിരിച്ചു വെച്ച് ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ അതിനകത്ത് കുടുങ്ങിപ്പോയി. കുഴപ്പമില്ലതൊക്കെ, അത് കുഴപ്പമില്ല, അവർ കൊണ്ടുവിട്ടതൊക്കെ അത്ര സിമ്പിൾ. ഈസ് വെരി കൂൾ. അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പര നടക്കുന്നു, ഞാൻ അവൻ്റെ പുറകെ നടക്കുന്നത്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഓഹോ,
ഇതൊരു പാത്ത് സ്പെഷ്യൽ കോഫിയാണ്. പക്ഷെ അവർ ഓല മേഞ്ഞു വെച്ചിരിക്കുന്നു. അവിടെ കുറേ അറബികൾ ഇരിക്കുന്നു. അല്ല, അറബിച്ചികൾ, സോറി, പറയുന്ന അടി കിട്ടും ഗൈസ്. Under darkness, what to do? Half an hour. 7:30 ആണ് ഫിലിം. ഇവിടെ കയറിപ്പോയെന്ന് തോന്നിക്ക്. ഏത് ഫാമിലിയെ കണ്ടു? ഇത് പിള്ളേരുടെ കൂടെ കളിക്കാൻ പോയതാണ്. ബുക്കൊക്കെ വായിക്കുന്നു. നൈസ്. എനിവേ, അപ്പോൾ ഈ വ്ളോഗെന്ന് വെച്ചാൽ ചുമ്മാ ഒരു ഫൺ വ്ളോഗാണ്. ആൻഡ് ഇനി നമ്മൾ ഇതിൽ കയറും, മൂവി കാണും. എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആൻഡ് സൗദിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഫിലിം കാണാൻ പോകുന്നത്. ബിക്കോസ് ഇതുവരെ പോയില്ല. സൂക്ഷ്മദർശിനി എനിക്ക് നസ്രയെ ഇഷ്ടമാണ്. നല്ല പടമെന്ന് പറയുന്നത് ഒരു ത്രില്ലർ പടമാണ്. ആൻഡ് ബേസിലിൻ്റെ പടങ്ങളെല്ലാം അടിപൊളി പടമാണ്. സോ നല്ല പടമായിരിക്കും. ലെറ്റ്സ് വാച്ച് ദ മൂവി. എന്തോ ബുക്കൊക്കെ പറഞ്ഞെടുത്തോണ്ട് വരുന്നു. എന്താ അനുരാധേ, എന്തോ ചുമ്മാ എടുത്തോണ്ട് പോയോ? ഫ്രീ ആണോ? ഫ്രീ ആണെങ്കിൽ എടുത്തോ. എന്തോ അനിമി 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 അനിമേ അനിമി അനിമേ സാധനമാണ്. കഥ പോലെ. ഫ്രീ ആണോ? എടാ, ഇത് അറബിയാണല്ലോ. ഇതെങ്ങനെ വായിക്കും ഞാൻ? ഓരോ അക്ഷരം വരുന്നത്. വീഡിയോ എടുത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പറയുന്നില്ലേ? വീഡിയോ എടുത്തിട്ട് ഓക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. പക്ഷേ ചുമ്മാ ഒരു ഭംഗിയൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ട് വെക്കാം. അല്ലാതെ ഇനിയിപ്പം ഒരു അനിമിയുടെ ഒരു ബുക്ക് അവിടെ വെറുതെ ഇരിക്കുന്ന ആദ്യം ചുമ്മാ. ശരിക്കും ഇത് എടുക്കാവോ? ഫ്രീ ആണോ? ചുമ്മാ എടുത്തോണ്ട് വന്നു ഗൈസ്. പക്ഷെ ഇത് അറബി വായിക്കാൻ എനിക്ക് അറിയില്ല. അറബി ക്ലാസ് അല്ല, ഞാൻ അക്ഷരം പഠിക്കുന്നുള്ളൂ. നമുക്ക് കയറിയാലോ? ഇതുള്ളല്ലോ എൻ്റെ ഫോണിലില്ലേ? സീബ്ര അല്ല, സ്ക്രീൻ 5 1 2 3 എല്ലാ സ്ക്രീനും അടുത്തടുത്തുണ്ട്. എടാ, ഇതിൻ്റെ പേരെന്തുവായിരുന്നു? ഞാൻ അതിനെ കണ്ടിട്ട് സീബ്ര എന്നൊക്കെ. പക്ഷേ അതിൻ്റെ പേരെന്തുവായിരുന്നല്ലോ? ഡിനോസറാണോ? റൈനോ, അത് മറ്റത്. 4 and 5. നമ്മളുടേത് 5 അല്ലേ? അവിടെ എഴുതി വെച്ചിട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ 5 അങ്ങോട്ടാന്ന്. കിളിപോയി കിടക്കും കേട്ടോ. കിളിപോയി എൻ്റെ ഹസ്ബൻഡ്. എത്ര മണിയായി? 10 ഓക്കെ. 10:30 തുടങ്ങും. ആണോ? ജനഗണമന ജനഗണമനയൊക്കെ സീറ്റ്സ് ഇംഗ്ലീഷ് പടം എനിക്ക് ഇഷ്ടമാണ്. മോനെ, ഇത് എന്തുവാടാ ഇത്? ഹൊറർ മൂവിയോ? മലയാളം പടമോ? എനിക്ക് മലയാളം പടം. ഇംഗ്ലീഷ് മൂവീസ് ഇടയ്ക്ക് വെച്ച് എനിക്ക് ഭ്രാന്തുണ്ടായിരുന്നു. ഞാൻ എല്ലാ ഇംഗ്ലീഷ് മൂവീസും അല്ല, ഞാൻ ഇടയ്ക്ക് വെച്ച് കുറേ കണ്ടു. സൈഡിൽ വന്നത് സീറ്റ് മൊത്തത്തിൽ ഇത്ര ഉള്ളു. ഫ്രണ്ടിലെങ്ങാണോ ഓർഡർ? പടം തുടങ്ങുമ്പം നല്ല വെളിച്ചം ദുഃഖമാണ്. അത് വീഡിയോയാ, യൂട്യൂബ് വീഡിയോയിലാണ് താങ്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്ക്? ആർക്കാ? ഉറങ്ങിയിട്ട് എത്ര നേരം ഉറങ്ങി? എത്ര മണിക്കൂർ ഉറങ്ങി? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് താങ്കൾക്ക്? ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങിയില്ലെന്നൊക്കെ. അറബി പാട്ടിട്ടിരിക്കുന്നതിന് ഇതടിയോ?
നീ തുടങ്ങുമ്പോൾ എടുത്താൽ കട്ട് ചെയ്ത്. കട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ അനുസരണ ഇല്ലാത്ത വൈഫാണ്. അല്ലേ പണ്ടിവിടെ തിയേറ്റർ ഇല്ലായിരുന്നു. വൈ തിയേറ്ററിൽ പോകും. ഇവിടെ വളരെ ഇപ്പം എത്ര റോ ഉണ്ട്? 1 2 3 4 5 മൊത്തത്തിൽ 6 റോയേ ഉള്ളൂ. അതിൽ ലാസ്റ്റ് വൺ അവിടെ പ്രൈസ് കൂടുതലാണോ? ബ്ലൂ ചെയർ. അത് ഫുള്ളാ. പക്ഷെ ഇവിടെ ആരുമില്ല. നമ്മുടെ ബാക്കിൽ മാത്രം 3-5 പിള്ളേർ മാത്രമേ ഉള്ളൂ. മലയാളീസ് ആയതുകൊണ്ടായിരിക്കും. ഇവിടെ ആരുമില്ല ഗൈസ്. പടം കഴിഞ്ഞു ഗൈസ്. സൂപ്പർ സൂപ്പർ ഗൈസ്. നമ്മൾ ഫിലിം കഴിഞ്ഞ് പുറത്തിറങ്ങി. പുറത്ത് നല്ല തണുപ്പുണ്ട്, പക്ഷേ അകത്ത് തണുപ്പില്ലായിരുന്നു. ബൈ ദ ബൈ ഫിലിം ഭയങ്കര രസമുണ്ട് അല്ലേ? ഞാൻ സ്റ്റോറി ഒന്നും പറഞ്ഞ് സ്പോയിലറാക്കുന്നില്ല, പക്ഷെ ഭയങ്കര ഭയങ്കര അടിപൊളി പടം. സ്റ്റാർട്ടിങ് തൊട്ട് ഇതെന്താ സംഭവം നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കും. ഒരു അടിപൊളി ട്വിസ്റ്റ് ഉണ്ട്. കൊള്ളാം. 1-2 ട്വിസ്റ്റ് ഉണ്ട് അല്ലേ? നസ്രിയെ പൊളിച്ചു. യാ ബേസിൽ ഇതുവരെ കൊള്ളാം. നസ്രിയ രസമുണ്ട്. നസ്രിയ എനിക്കിഷ്ടമാണ്. നൈസ്. എനിവേ നമ്മളങ്ങനെ പുറത്തിറങ്ങി. ഇനി നമ്മൾ ഫ്ലാറ്റിൽ പോകുന്നു, കിടന്നുറങ്ങുന്നു. ദാറ്റ്സ് ഓൾ. സോ കഴിക്കാനൊക്കെ പോകുന്നുണ്ടോ ഇനി ഈ രാത്രിയിൽ? സമയം 1 മണി കഴിഞ്ഞു. ഫിലിം ഇഷ്ടമായോ? സൂപ്പർ പടം. സൂപ്പർ പടം. നല്ല പടമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഡയറക്ഷൻ കിട്ടിയോ? കുറച്ചിടയ്ക്കിടയ്ക്ക് കുറച്ച് കോമഡി സാധനങ്ങളൊക്കെ ഉണ്ട്. തണുക്കുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് പുറത്ത്. കണ്ട നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പോയി. നമ്മൾ ഇതുവഴി കയറിയേ. നമ്മുടെ ചേട്ടന്മാരുടെ കുറേ കാർ പാർക്കിങ് വന്ന് ഇറങ്ങിയതാ. സോ ടു കൂൾഡ്. ഭയങ്കര തണുപ്പ്. നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ പട്ടി പേടിയാവുന്നൊക്കെ? ഇതെന്താ ഒരുമാതിരി ഒരു ഡേഞ്ചർ പട്ടീസ്. നമ്മുടെ നാട്ടിൽ പട്ടിയൊക്കെ നടക്കുന്നുണ്ടല്ലേ, കുറെ പക്ഷികൾ. സോറി, പട്ടീനെ പട്ടീന്ന് വിളിച്ചുകൂടാ. അമ്മേ അത് ഭയങ്കര പ്രശ്നമുള്ള പട്ടിയാണ്. ഇവിടുത്തെ പട്ടി എന്തിനാ കാലൊക്കെ ഇങ്ങനെ ആക്കുന്ന പട്ടി? സോ നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യണമല്ലോ. നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ടോ? അൽബേക്ക് കയറാം. അൽബേക്ക് 1 മണിയുടെ അവസ്ഥയാണ് കണ്ടത്. 1 മണിക്ക് എന്ത് പറ്റി? ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ അൽബേക്കിൽ വന്നു നഗറ്റ്സ് മേടിക്കാൻ. വെയിറ്റിംഗ്. ഭയങ്കര തിരക്ക്. ടൈം 1:30. എന്നിട്ട് ഇവിടുത്തെ തിരക്ക് കണ്ടോ? ഇവിടെ അൽബേക്കില് ഗേളായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഈ ടൈമിലേക്ക് ഒന്ന് പുറത്ത് ലേഡീസ് നഹീ ഹേ. സൗദി അറേബ്യ. But I'm here. We collecting our food. അയ്യോ തണുക്കുന്നേ. സോ ഞങ്ങൾ അൽബേക്ക് മേടിച്ചു. ഓക്കെ. ദെൻ ഞങ്ങളിത് നമ്മുടെ വീട്ടിൽ പോന്നു.
ഇത് കഴിക്കുന്നു, കിടന്നു ഉറങ്ങുന്നു. ദാറ്റ്സ് ഓൾ ഗൈസ്. ബിക്കോസ് ടൈം ഈസ് 1:30 or 2 o'clock. 1:30 ആയിട്ട് തോന്നുന്നു. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Hi.